കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവേശുവിൽ ക്രിസ്തീയ വന്ദനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച എല്ലാ വിഷയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ അവന്റെ അടുക്കിലേക്ക് പോകുവാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം മാറ്റി യേശുവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഈ ദിവസങ്ങളിൽ വചനം അതിന്റെ ശക്തിയോടെ നിങ്ങളോട് പ്രസംഗിക്കേണ്ടതിന്, വചനം പഠിക്കേണ്ടതിന് ഒരു ദിവസങ്ങൾ അധികമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ 21 ദിവസ ഉപവാസ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരും. ഇന്ന് ഈ സമയത്ത് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യമാണ് ഇന്ന് രാത്രി ഞാൻ വായിച്ചത്. സഭയെ കുറിച്ചുള്ള നമ്മുടെ കർത്താവിന്റെ കാഴ്ചപ്പാടാണ് ആത്മാവിൽ വിശുദ്ധ പൗലോസ്ലീഹാ മുഖാന്തരം നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ച തിരുവചനത്തിൽ ലേഖനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് നമ്മളെ കേൾപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, കർത്താവിന്റെ ഹൃദയത്തിൽ സഭയെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഈ ഭൂമിയിൽ ഉള്ള ലേബലുകളിൽ ഉള്ളതല്ല സഭ എന്ന് പറയുന്നത്. കർത്താവിന് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ കുറിച്ച് ഹൃദയത്തിൽ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വെളിപ്പെട്ട വചനത്തിൽ എഴുതിയത്. സഭ എങ്ങനെ ആയിരിക്കണം? സഭ കറയും ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. 26 മുതൽ ചേർന്ന് വായിക്കുമ്പോൾ അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ. അപ്പം കറയും ചുളുക്കവും മറ്റു യാതൊരു കോട്ടവുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണം എന്ന സ്വർഗത്തിലെ ഇരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതന്റെ ഹൃദയത്തിന്റെ താല്പര്യമാണ്. That he might present to himself the church in all her glory. That he might present to himself the church in all her glory. ആ മഹിമയിൽ പ്രസന്റ് ചെയ്യണം, തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തണമെന്ന കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യത്തിനൊത്ത് സഭയുടെ അംഗങ്ങളായിരിക്കുന്ന, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ശരീരമായ സഭയാം കുടുംബത്തിന്റെ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് രാത്രി ഈ സമയത്ത് ചിന്തിക്കണം, എന്താണ് ഹൃദയത്തിൽ കർത്താവിന്റെ ഹൃദയത്തിലുള്ള കാഴ്ചപ്പാട്. നമ്മൾ കണ്ണോടിച്ച് നിൽക്കുന്ന കാണുന്ന സഭയൊന്നുമല്ല സഭ. യേശുവിന്റെ ഹൃദയത്തിന്റെ താല്പര്യവും യേശു കർത്താവിന്റെ ഹൃദയത്തിന്റെ കാഴ്ചപ്പാടും ആത്മാവിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
സഭ എന്ന് എന്ത്? ആ ഒരു വിഷയം ആത്മാവിൽ വചനപ്രകാരം പഠിക്കേണ്ട വിഷയമാണ്. സഭ എന്താകുന്നു? എന്താണ് നമ്മുടെ കർത്താവ് സഭയെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? തന്റെ ഹൃദയത്തിൽ എന്താണ് സഭയെക്കുറിച്ചുള്ള തന്റെ ആഗ്രഹം? എന്തിനാണ് നമ്മെ താൻ വിലയ്ക്ക് വാങ്ങിയത്? അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണ്? നമ്മെ ശുദ്ധമായി ശുഭമായി തേജസ്സോടെ ഗ്ലോറിഫൈഡ് ചർച്ച്. അതിന് റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഈ വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നാം മക്കളെങ്കിലോ അവകാശികൾ ആകുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. തേജസ്കരിക്കപ്പെടേണ്ടതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഗ്ലോറിഫൈഡ് ചർച്ച് എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെട്ട സഭ. ആ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ നാം അവനോട് കൂടെ കഷ്ടങ്ങളിൽ പങ്കാളികളാകണം. 18-ാമത്തെ വാക്യം പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് ചിന്തിച്ചാൽ പൗലോസ് ശ്ലീഹ പറയുന്നു, ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയരെ, കഷ്ടതയുടെ നടുവിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ നിങ്ങൾ ഇന്ന് രാത്രി പോകുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്, അതിന്റെ കനം, അത് നമ്മുടെ കുഞ്ഞു ബുദ്ധിക്കകത്ത് അളക്കുവാൻ കഴിയത്തില്ല. ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച് കർത്താവിന് വേണ്ടി വേല തികച്ച അപ്പോസ്തലന്മാരിൽ ഒരാളാണ് പൗലോസ് ശ്ലീഹ. താൻ കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷവാനായിരുന്നു. താൻ എപ്പോഴും പറയുന്ന വാക്കുകൾ നമുക്കറിയാമല്ലോ. ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിക്കുവാനും കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രിയരെ, നാം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യമല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. സഭ നോർത്ത് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധങ്ങളിലും കൊടിയ പീഡനത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവത്തിന്റെ സഭ പ്രതിസന്ധിയിൽ കൂടെ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രതിസന്ധി നമ്മെ തകർത്തു കളയുവാനല്ല, ഈ പ്രശ്നങ്ങൾ നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു പടിയൂടെ നമ്മെ ഒരുക്കുന്നതാണ്. നമ്മളിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലുള്ള കഷ്ടങ്ങൾ സാരമില്ല
എന്ന് ഇന്ന് രാത്രിയിൽ എണ്ണുക. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവേദനയെ ഈ കഷ്ടതയുടെ നടുവിൽ കൂടെ ആയിരിക്കും പോകുന്നത്. കഷ്ടത എന്ന തീച്ചൂള നിന്റെ കുടുംബത്തെ ആകമാന പ്രശ്നത്തിൽ കൂടെ കൊണ്ടുപോവുകയായിരിക്കും. ചിലപ്പോൾ നീ രോഗക്കിടക്കയിലായിരിക്കും. നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് വരും. പക്ഷെ ഇന്ന് രാത്രി അരുമനാഥന്റെ ശബ്ദം വളരെ സ്പഷ്ടമായി ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാലങ്ങൾ കഷ്ടങ്ങൾ തീരും. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുക. കഷ്ടതയിൽ കൂടെ കടന്നുപോയി ഓട്ടം തികച്ച മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. താൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അത് ഇന്ന് നാം അത് വായിക്കുമ്പോൾ, ഞാൻ എന്റെ ഓട്ടം തികച്ചു, ഓട്ടം തികച്ച് ഓടിത്തികച്ച് പ്രത്യാശയുടെ ശുഭതുറമുഖത്ത് അല്പസമയത്തിന് മുമ്പിൽ പാനീയകമായി തീർന്നറുക്കപ്പെടുവാൻ പോകുന്ന ആ മനുഷ്യന്റെ പ്രത്യാശയുടെ വാക്കിങ്ങനെയാണ്: ഞാൻ എന്റെ ഓട്ടമോടി, എന്റെ വിശ്വാസം കാത്തു. ഏത് സമയത്താണ് പ്രിയരെ? കഷ്ടതയുടെ നടുവിൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നീ നിലനിൽക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിന്നെ വിശ്വസ്തനെന്നെണ്ണി നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ, യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തെ, സത്യ തിരുവചനത്തെ ഉയർത്തിപ്പിടിച്ച് ഈ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ ധന്യമായി എണ്ണിയെന്നോർത്ത്, ഈ കഷ്ടം സഹിപ്പാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദ ലോർഡ്. കഷ്ടതയുടെ നടുവിൽ നിനക്ക് ജയം തരുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് വലുതാണ്. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പത്രോസ് ശ്ലീഹ വിശുദ്ധന്മാരോട് ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. 13-ാമത്തെ വാക്യം: ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. പ്രിയരെ, ആദ്യ നൂറ്റാണ്ടിലെ അഭിഷക്തന്മാർ, സഭയുടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ദൈവത്തിന്റെ സഭയെ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത്: നീ സഭയ്ക്കകത്ത് വരിക, ഒരു കഷ്ടവും നിനക്ക് വരത്തില്ല, നീ യേശുവിനെ അറിയുക, നിനക്കെല്ലാ നന്മയും കിട്ടും, എല്ലാ ബ്ലെസ്സിങ്ങും നിനക്ക് ഇങ്ങോട്ട് പോരെന്നല്ല അവരെ പഠിപ്പിച്ചത്. യേശുവിനെ അംഗീകരിച്ചാൽ, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ പോണ്ടി വരും. പക്ഷേ ആ കഷ്ടത നിന്നെ തകർത്തു കളയത്തില്ല. കഷ്ടം സഹിച്ചവൻ നിന്റെ കൂടെ ഉണ്ട്. നിനക്കൊരു നിത്യ ശുഭ തുറമുഖമുണ്ട്. ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നവർ പഠിപ്പിച്ചു. അപ്പോൾ അവർ ദൈവസഭയിൽ വന്നപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ യേശു കർത്താവിന്റെ വചനത്തെയും പ്രതിസന്ധിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർക്കും വേർപിരിപ്പാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ആദിമസഭ എന്താണ് പഠിപ്പിച്ചത്? സ്ലീഹന്മാർ എന്താണ് പഠിപ്പിച്ചത്?
വിശുദ്ധ പ്രവാചകന്മാർ എന്താണ് പഠിപ്പിച്ചത്? ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ പ്രതിസന്ധിയുടെ പോയപ്പോൾ അവർ മുട്ടുമടക്കി ഒരു മനസ്സോടെ വിളിച്ചു പറഞ്ഞു, നാഥാ, ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് ഞങ്ങൾ എണ്ണുന്നു. ഞങ്ങൾക്കൊരു ശുഭ തുറമുഖമുള്ളത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായലേഖനകാരൻ പറഞ്ഞത്, ആമീൻ, ലോകം അവർക്ക് യോഗ്യമല്ല. യേശു കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ലൗകികനല്ലാത്തത് കൊണ്ട് നിങ്ങളും ലൗകികന്മാരെ. ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. അപ്പോൾ ഒരുവൻ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ചാൽ യേശുവിന് ലോകം എന്താണ് കൊടുത്തത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ലോകം യേശുവിന് മുൾക്കിരീടം കൊടുത്തുവെങ്കിൽ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ പൊൻകിരീടം ചൂടുവാൻ ലോകത്തോട് കോംപ്രമൈസ് ചെയ്യരുത്. ലോകവും ലോകത്തിലുള്ള നിനക്കുള്ളതല്ല. ലോകത്തിന്റെ സ്ഥാനമാനങ്ങളെ വിട്ട വിശുദ്ധന്മാർ അവരിൽ ഏൽപ്പിച്ചിരുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അവർ പോരാടിയെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് നിർത്തിക്കൊണ്ട് ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണി നിത്യ തേജസ്സിന്റെ ഘനം പ്രാപിക്കാൻ ഒരുങ്ങുവാനാണ്. യേശു കർത്താവിന്റെ ഹൃദയത്തിനകത്തെ സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. യേശുവിന്റെ ഹൃദയത്തിന്റെ താല്പര്യം കറ കളങ്കം ഒന്നുമില്ലാത്ത തന്നെത്താൻ തനിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഗ്ലോറിഫൈഡ് ചർച്ച്, തേജസ്കരിക്കപ്പെട്ട ചർച്ച്, ആ തേജസ് പ്രാപിക്കാൻ വിളിച്ചിരിക്കുന്ന ദൈവപൈതലേ, നിനക്ക് ലോകവും ലോകത്തിലുള്ളതിനെയുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുത്ത് നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കഷ്ടമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ മാറ്റി അതിന്റെ മേൽ കയറി നിന്നുകൊണ്ട് നിന്നെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ട് നിത്യത തേജസ്സിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുവനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടേണ്ട, ഈ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട, ഈ കാറ്റിനെ കണ്ട് കരയേണ്ട. പ്രതിസന്ധി നിന്റെ പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിയണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി നിന്നെ തകർത്തു കളയുവാനല്ല, നിന്നെ തച്ചുടയ്ക്കുവാനല്ല. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി നിന്നെ ഉയർത്തുവാനാണ്, നിനക്കൊരു ഉയർച്ചയുടെ പടി തരുവാനാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷ അവന് അനുഗ്രഹത്തിന് കാരണമായി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ആ അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചു, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിച്ചു അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ആ പരീക്ഷയുടെ മുമ്പിൽ പതറിപ്പോകാതെ ആ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, നിനക്കിനിയും ഒരു അനുഗ്രഹങ്ങളും നിനക്കിനിയും ഒരു നന്മയും മുടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെങ്കിൽ, ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. നിന്റെ മുട്ട് തീർത്ത് നിന്നെ നിത്യതയിലെത്തിക്കാനുള്ള ദൈവത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ കഷ്ടതയുടെ നടുവിൽ നീ വിളിച്ചു പറയണം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. 13-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. കഷ്ടത നടുവിൽ സന്തോഷിക്കാൻ കഴിയുമോ?
നമുക്കെല്ലാം അനുകൂലമാണെങ്കിൽ എന്തൊരു ആനന്ദമാ, എന്തൊരു അന്യഭാഷയാ, എന്തൊരു പ്രാർത്ഥനയാ. പക്ഷെ കഷ്ടം വരുവാണെങ്കിലോ, ചിന്തിച്ചേ, പ്രതിസന്ധി വരുവാണെങ്കിലോ, പ്രശ്നം വരുവാണെങ്കിൽ എത്ര സമയം പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര സമയം അന്യഭാഷ പറയാൻ കഴിയും? എത്ര സമയം ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ കഴിയും? പത്രോസ് ലീഹ പറയുന്നത്, കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുമോ? എപ്പോഴും സന്തോഷിപ്പേ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പൗലോസ് ലീഹ പറഞ്ഞ ഇവിടെ അത് തന്നെ പറഞ്ഞത്. കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും ദൈവനാമത്തിനു വേണ്ടി നിന്ന സഹിക്കുവാൻ, ദൈവനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ, ദൈവനാമത്തിനു വേണ്ടി കഷ്ടം സഹിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ പുറകുറുക്കരുത്. ഇന്ന് രാത്രി യേശുവിന്റെ മടങ്ങി വരവ് നമ്മുടെ പ്രസംഗ വിഷയം. നമ്മുടെ കർത്താവ് വരാറായി, കഷ്ടം തീരാറായി. നാം കഷ്ടതയുടെ നടുവിൽ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. കഷ്ടത നിനക്കൊരു ചവിട്ടുപടിയാ, കഷ്ടത നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോല, കഷ്ടത നിന്നെ ഉയർത്തുന്ന പടിയാ. രാത്രി കഷ്ടതയിൽ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വേദപുസ്തകം പറയുന്നു, ആനന്ദിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഇതിന് യാതൊരു സന്ദേഹവുമില്ല, യാതൊരു സംശയവുമില്ല. യേശു മടങ്ങി വരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സും നിത്യതയുടെ പ്രതിഫലവും വലുതാണ്. നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചാൽ അത് പറ്റത്തില്ല. അതുകൊണ്ട് ആ വിശുദ്ധന്മാർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചത്. നമ്മുടെ പിതാക്കന്മാർ എല്ലാം വിട്ടിറങ്ങി വന്ന് ഈ സത്യസുവിശേഷത്തിനു വേണ്ടി, ഈ സത്യവചനത്തിനു വേണ്ടി ജീവൻ കൊടുത്തത്. ഇന്ന് ആമേൻ ദൈവവേദനെ നിന്നെ ഏൽപ്പിച്ച വിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി എത്രമാത്രം വില കൊടുക്കുന്നുണ്ട്? നിന്റെ തലമുറ കാണട്ടെ. അതേ, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവയോട് ചേർന്ന് പറഞ്ഞാട്ട് ഞാനും എന്റെ തലമുറയും മോശയോട് ചേർന്ന് പറയാം, തലമുറ നീ ഞങ്ങളുടെ സങ്കേതവും ബലവുമാണ്. ഞാൻ എന്റെ വാക്കിന്ന് രാത്രി ഇവിടെ നിർത്തട്ടെ. ഇന്ന് രാത്രി ചിന്താ വിഷയം മനസ്സിലായോ? കറയും ചുളുക്കവും യാതൊന്നുമില്ലാത്തെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പോകാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ ഹൃദയത്തിന്റെ താല്പര്യമാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചത്. പ്രിയനെ, കഷ്ടതയുടെ നടുവിൽ നീ പതറിപ്പോകാതിരിക്കാൻ ഈ സന്ദേശം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ പോകുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും ചവറന്നെറിഞ്ഞു കളഞ്ഞിട്ട് അവന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.